ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 30th ഷിഫ്റ്റ്, January 30th ഷിഫ്റ്റ് നമ്പർ 1, 4th ക്വസ്റ്റ്യൻ. ഇനോർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Given below are two statements. One is labeled as assertion A and the other is labeled as reason. There is a considerable increase in covalent radius from N to P. However, arsenic to bismuth, only a small increase in covalent radius is observed. The reason, covalent and ionic radii in a particular oxidation state increases down the group. മക്കളെ, ഇത് നിങ്ങളുടെ എൻ സി ആർ ടിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സാർ. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പി ബ്ലോക്ക് എലമെന്റ്സ്, ക്ലാസ് 12 പി ബ്ലോക്ക് എലമെന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗ്രൂപ്പ് 15ന്റെ അടിയിലുള്ള ടോപ്പിക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിലുള്ള തന്നെ വേർഡിങ്സ് ആണിത്. കോവലന്റ് റേഡിയായി ആൻഡ് അയണിക് റേഡിയായി ഇൻക്രീസ് ഇൻ സൈസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, there is a considerable increase in covalent radius from nitrogen to phosphorus. However, from arsenic to bismuth, only a small increase in covalent radius is observed. This is due to the presence of completely filled D and F orbitals in the heavier member. നിങ്ങൾക്കറിയാം മക്കളെ, ഈ D and F ഓർബിറ്റൽസ് ഫിൽഡ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിന് ഷീൽഡിങ് കുറവാണ്. അപ്പൊ ഷീൽഡിങ് കുറവാകുമ്പോൾ എന്ത് പറ്റും? ന്യൂക്ലിയസിന് വാലൻസ് ഷെല്ലിലേക്കുള്ള അട്രാക്ഷൻ വളരെ കൂടും. കാര്യം എന്താണ്? ഈ ഇടയ്ക്കുള്ള ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് പ്രോപ്പറായിട്ട് ഷീൽഡ് ചെയ്യുന്നില്ല, അവന്മാർ ഒരു പണി എടുക്കുന്നില്ല. അപ്പൊ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? വാലൻസ് ഷെല്ലിനെ നല്ല കട്ടയ്ക്ക് വലിച്ചു നിർത്തും. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും കുറവായിരിക്കും ആക്ച്വൽ സൈസ്. ഇപ്പൊ ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് നിറയെ ഉണ്ട്. അവർ കുറെ ഉണ്ടെങ്കിലും അവർ പണിയൊന്നും ചെയ്യുന്നില്ല. അവർ ന്യൂക്ലിയസിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്നില്ല. അപ്പൊ ന്യൂക്ലിയസ് പുറത്തെ വാലൻസ് ഷെല്ലിനെ പ്രോപ്പറായിട്ട് പിടിച്ചു വലിക്കും. കാര്യം ന്യൂക്ലിയസിനെ തടഞ്ഞു നിർത്താൻ പ്രോപ്പറായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അവരെ പ്രോപ്പറായിട്ട് വലിക്കും. അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു ലോജിക് അറിയാലോ എല്ലാവർക്കും. അറിയാലോ. ഷീൽഡിങ് is inversely proportional to effective nuclear charge. And effective nuclear charge is inversely proportional to size. അതായത് ഷീൽഡിങ് കുറവാണെങ്കിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ സൈസ് കുറവാണ്, ഓർ ബേസിക്കലി ലെസ് ദാൻ വാട്ട് ഇസ് എക്സ്പെക്റ്റഡ്. അപ്പൊ ഇവിടെ ഡി എൻ എഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്തിന് ഡി എൻ എഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് എന്ത് പറ്റും? ന്യൂക്ലിയസിന് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജസ് മോർ ദാൻ എക്സ്പെക്റ്റഡ്. അപ്പോൾ എന്ത് പറ്റും? സൈസസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ്. താഴത്തോട്ട് പോകുമ്പോൾ സൈസ് കൂടി തന്നെ വരുന്നത്. നൈട്രജൻ ലെസ് ദാൻ ഫോസ്ഫറസ്, ലെസ് ദാൻ ആഴ്സനിക്, ലെസ് ദാൻ ആന്റിമണി, ലെസ് ദാൻ ബിസ്മത്ത്. അതെ, കൂടിയാ വരുന്നത്. ബട്ട് നൈട്രജൻ ടു ഫോസ്ഫറസ് വലിയൊരു ജമ്പാണ്. നൈട്രജന്റെ 70 ആണ് വരുന്നത് കോവലന്റ് റേഡിയസ്. ഫോസ്ഫറസിന്റെ വരുന്നത് ക്ലോസ് ടു 110 ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഇൻക്രീസ് വളരെ ഗ്രാജുവലാണ്. ഓക്കെ, വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇല്ല. ഇൻക്രീസ് ചെയ്യും, പക്ഷെ ഗ്രാജുവൽ ഇൻക്രീസ് ആണ്. സോ ബേസിക്കലി സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും എൻ സി ആർ ടിയിൽ വെണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. കോവലന്റ് ആൻഡ് അയണിക് റേഡിയ ഇൻക്രീസ് ഇൻ സൈസ് ഡൗൺ ദ ഗ്രൂപ്പ്. But there is a considerable increase in covalent radius from nitrogen and phosphorus. However, arsenic to bismuth, only a small increase in covalent radius is observed. ഇത് വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിങ്ങളുടെ എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റീസൺ ചോദിക്കുകയാണെങ്കിൽ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. റീസൺ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, അസർഷൻ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, but reason is not the correct explanation. Both A and R are true, but R is not the correct explanation of A. Okay, makle?